അസ്സലാമു അലൈക്കും. എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ലെങ്കിലും എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണെന്ന വാദം മാധ്യമങ്ങളിലൂടെ നാം കേൾക്കാറുണ്ട്. വക്കത്തിരുന്ന് ചരിത്രത്തെയും സംഭവ വികാസങ്ങളെയും ദർശനങ്ങളെയും നിരീക്ഷിക്കുന്ന മാധ്യമ പ്രവർത്തകരും സ്വയം ബുദ്ധിജീവികളായി ചമയുന്നവരും മുസ്ലിം വിരുദ്ധ മനസ്സ് ഉള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നവരും ഇത് തന്നെ ആവർത്തിക്കുന്നു. അജ്ഞത കൊണ്ട് പലരും ഇത് കണ്ണടച്ച് വിശ്വസിക്കുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? മഹാത്മാഗാന്ധിയെ വധിച്ച നഥുറാം ഗോഡ്സെയും ഇന്ദിരാഗാന്ധിയെ വധിച്ച സത്വന്ത് സിംഗും ബീത് സിംഗും രാജീവ് ഗാന്ധിയെ വധിച്ച ധനു എന്നറിയപ്പെടുന്ന തേൻമൊഴി രാജരത്നവും ശിവരസനുമെല്ലാം മുസ്ലിങ്ങളായിരുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റുമാരായ ഏബ്രഹാം ലിങ്കനെ വധിച്ച ജോൺ വിൽക്സ് ബൂത്തും ജോൺ ഫിറ്റ്സ് ജെറാൾഡ് കെനഡിയെ വധിച്ച ലീ ഹാർവി ഓക്സ്വേൾഡും മുസ്ലിങ്ങളായിരുന്നില്ല. കറുത്തവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയിരുന്ന മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറെ വധിച്ച ജെയിംസ് ഏൾ റേയും ഓസ്ട്രിയൻ കിരീടാവകാശിയായിരുന്ന ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡിനെയും ഭാര്യ സോഫിയയും വധിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കം കുറിച്ച ഗബ്രിനോവിക് പ്രിൻസിപ്പും മുസ്ലിങ്ങളായിരുന്നില്ല. ലക്ഷക്കണക്കിന് നിരപരാധികളെ ക്രൂരമായി വധിക്കാൻ നേതൃത്വം കൊടുത്ത നാട്സി നേതാവ് എയ്ഡോൾഫ് ഹിറ്റ്ലറും ഇറ്റാലിയൻ ഫാസിസ്റ്റ് പാർട്ടിയുടെ നേതാവായ മുസ്സലീനിയും മുസ്ലിങ്ങളായിരുന്നില്ല. തങ്ങളെ ആക്രമിക്കാൻ ധൈര്യം കാണിച്ച രാജ്യത്തെ പാഠം പഠിപ്പിക്കാനായി മാത്രം ഹിറോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബുകളിട്ട് 1,66,000 നിരപരാധികളെ ക്രൂരമായി കൊന്നൊടുക്കാനും പിറക്കാനിരിക്കുന്ന തലമുറകൾക്ക് നാശം വരുത്താനും ആജ്ഞ നൽകിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമനും ആണവ ബോംബുകളിട്ട പൈലറ്റുമാരായ പോൾ ടിബറ്റ്സും ചാർലി സ്വീനിയും മുസ്ലിങ്ങളായിരുന്നില്ല. അമേരിക്കയിലെ ഒക്ലഹോമ സിറ്റിയിലെ ഫെഡറൽ ബിൽഡിംഗ് സ്ഫോടനത്തിൽ തകർത്ത് 168 ജീവനുകൾ എടുത്ത തിമത്തി ജെയിംസ് മെക്വെയിനും ഓസ്ലോയിലെ ഗവൺമെന്റ് മന്ദിരങ്ങൾ സ്ഫോടനങ്ങളിൽ തകർത്ത് 8 പേരെയും അതിനുശേഷം ഉട്ടോയ ദ്വീപിലെ നോർവീജിയൻ ലേബർ പാർട്ടിയുടെ യുവജന ക്യാമ്പിൽ വെച്ച് 69 നിരപരാധികളെയും വധിച്ച ആൻഡ്രസ് ബെയറിംഗ് ബ്രേവിക്കും മുസ്ലിങ്ങളായിരുന്നില്ല. ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഭീകര അക്രമങ്ങൾക്ക് പിന്നിൽ മുസ്ലിങ്ങളായിരുന്നില്ല. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചതും ലക്ഷക്കണക്കിന് ജീവനുകൾ എടുത്തതിന് നേതൃത്വം കൊടുത്തത് മുസ്ലിങ്ങളായിരുന്നില്ല. ഭാരതം ഉൾപ്പെടെ ഒട്ടനവധി രാജ്യങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കാനായി നൂറ്റാണ്ടുകളോളം ഈ രാജ്യങ്ങളെ ആക്രമിച്ച് നൂറുകണക്കിന് യുദ്ധങ്ങൾ നടത്തി കോടിക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ബ്രിട്ടനും ഫ്രാൻസും പോർച്ചുഗലും സ്പെയിനും ഡെൻമാർക്കുമെല്ലാം ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളായിരുന്നില്ല. ഡൽഹി ഗുജറാത്ത് കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും 6000-ഓളം നിരപരാധികളെ കൊന്നൊടുക്കാൻ സാഹചര്യം ഒരുക്കിയവർ മുസ്ലിങ്ങളായിരുന്നില്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മതപരിവർത്തനത്തിലൂടെ യഹൂദമതം സ്വീകരിച്ച യഹൂദരെ വസിപ്പിക്കാനായി നൂറ്റാണ്ടുകളോളം തലമുറകളായി ജീവിച്ചിരുന്ന പലസ്തീൻകാരെ ജന്മനാട്ടിൽ നിന്നും ആട്ടിയിറക്കി അവരുടെ പൈതങ്ങളെപ്പോലും കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിങ്ങളല്ല. 2013 കാര്യമെടുക്കാം. യൂറോപ്പിൽ ഈ കാലഘട്ടത്തിൽ 152 ഭീകരാക്രമങ്ങളുണ്ടായി. അതിൽ 2 എണ്ണം മാത്രമാണ് മതവുമായി ബന്ധപ്പെട്ടത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ കുടിയേറ്റക്കാർ പലസ്തീൻ പൗരന്മാർക്കെതിരെ 399 അക്രമങ്ങളാണ് നടത്തിയത്. ബർമയിലും ശ്രീലങ്കയിലും നൂറുകണക്കിന് മുസ്ലിങ്ങളെയാണ് ബുദ്ധ സന്യാസിമാരുടെ നേതൃത്വത്തിൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ 11 അക്രമത്തിന് ശേഷം 2014 വരെ അമേരിക്കയിലെ മുസ്ലിം പേരുള്ള ഭീകരർ 37 അമേരിക്കക്കാരെ വധിച്ചപ്പോൾ ഈ കാലയളവിൽ 1,90,000 അമേരിക്കക്കാരാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയ വിവിധ അക്രമങ്ങളിൽ വധിക്കപ്പെട്ടത്. എന്നിട്ടും മാധ്യമങ്ങൾ പ്രഖ്യാപിക്കുന്നു എല്ലാ ഭീകരരും മുസ്ലിങ്ങളാണെന്ന്. ജീവൻ അള്ളാഹുവിൽ നിന്നുള്ള ദാനമാണ്. അതിനാൽ അത് പവിത്രമാണെന്ന് മാത്രമല്ല, സ്വന്തം ജീവൻ സ്വയം നശിപ്പിക്കുവാനോ അന്യന്റെ ജീവൻ അകാരണമായി എടുക്കുവാനോ മനുഷ്യന് അധികാരമില്ല എന്നതാണ് ഇസ്ലാമിക നിയമം. അതിനാലാണ് വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ വധിക്കരുതെന്ന് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായത്തിലെ 29-ാം വചനത്തിൽ ഉണർത്തുന്നത്. അന്നഹുമൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതല الناس ജമീഅ വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യ الناس ജമീഅ. കൊലപാതകം മൂലമോ ഭൂമിയിൽ അതിക്രമം ചെയ്തതിനാലോ അല്ലാതെ ഒരു നിരപരാധിയെ വധിക്കുന്നത് മനുഷ്യ സമൂഹത്തെ ആകെ വധിക്കുന്നതിന് തുല്യമാണെന്നും ഒരു നിരപരാധിയെ രക്ഷിക്കുന്നത് മനുഷ്യ സമൂഹത്തെ ആകെ രക്ഷിക്കുന്നതിന് തുല്യമാണെന്നും 5-ാം അധ്യായത്തിലെ
32-ാം വചനത്തിലൂടെ പ്രഖ്യാപിക്കുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഭക്ഷണത്തിനും സ്വന്തം ജീവൻ രക്ഷിക്കാനുമല്ലാതെ മറ്റു ജീവജാലങ്ങളെ പോലും കൊല്ലരുത് എന്നതാണ് ഇസ്ലാമിക സമീപനം. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഭീകരർക്ക് മതമില്ല, വിശ്വാസമില്ല, ആദർശമില്ല, കാരുണ്യമില്ല. ബാങ്ക് കൊള്ളയടിച്ച മൈക്കിളിനെയും അഹമ്മദിനെയും പ്രകാശനെയും ക്രിസ്ത്യൻ കൊള്ളക്കാരനെന്നും മുസ്ലിം കൊള്ളക്കാരനെന്നും ഹിന്ദു കൊള്ളക്കാരനെന്നും നാം വിളിക്കാറില്ല. അതുപോലെ തന്നെയാണ് ഭീകരവാദികളെയും തീവ്രവാദികളെയും കാണേണ്ടത്. മുസ്ലിം പേരുള്ള ഭീകരവാദികൾ ഏറ്റവും അധികം വധിക്കുന്നത് മുസ്ലിങ്ങളെ തന്നെയാണ്. അവർ ഏറ്റവും കൂടുതൽ തകർക്കുന്നത് മുസ്ലിം പള്ളികൾ തന്നെയാണ്. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ നേർക്ക് നിറയൊഴിക്കുന്ന ഭീകരവാദികൾക്ക് മുസ്ലിം ലേബൽ നൽകുന്ന മാധ്യമങ്ങളുടെ അജണ്ട മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി മുസ്ലിങ്ങൾക്കുണ്ട്. ഇത്തരം നുണപ്രചരണങ്ങൾ നടത്തുന്ന മാധ്യമ പ്രവർത്തകർ ഒന്ന് മനസ്സിലാക്കുക. തുറന്ന വിശകലനം നിങ്ങൾ ചെയ്താൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും വിവിധ സാഹചര്യങ്ങളിൽ ജീവിച്ച് വിവിധ മതവിശ്വാസങ്ങൾ പുലർത്തുന്ന എത്രയോ ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എത്ര നുണപ്രചരണങ്ങൾ നിങ്ങൾ നടത്തിയാലും പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിൽ നിന്നുള്ള ഈ ദൈവിക ദർശനത്തെ തകർക്കാൻ നിങ്ങൾക്കാവില്ല, ആർക്കും സാധിക്കില്ല. ഈ സത്യം മുസ്ലിങ്ങൾക്ക് അറിയാവുന്നതിനാലാണ് നിങ്ങളുടെ നുണപ്രചരണങ്ങൾക്ക് യാതൊരു വിലയും അള്ളാഹുവിൻ്റെ മതം പഠിച്ചിട്ടുള്ള മുസ്ലിങ്ങൾ നൽകാത്തത്. അസ്സലാമു അലൈക്കും.